അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. മർഹബൻ മർഹബൻ യാ തുല്ലാബ്, അഹ്ലൻ വസഹ്ലൻ. പൊന്നുമക്കളെ, എല്ലാവർക്കും നമ്മുടെ 5ാം ക്ലാസ്സിലത്തെ അറബി വിഷയത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ ഓണ എക്സാമൊക്കെ കഴിഞ്ഞു. നല്ല അടിപൊളിയായി എല്ലാവരും നല്ല മാർക്ക് വാങ്ങിയെന്നാണ് സാറ് വിശ്വസിക്കുന്നത്. എല്ലാവർക്കും നമ്മളെ തൊട്ട് മുമ്പ് എടുത്തിരുന്ന ക്ലാസ്സുകളൊക്കെ നല്ല മനോഹരമായി മനസ്സിലാക്കി എല്ലാവരും നല്ലവണ്ണം പഠിച്ചു, നല്ല മാർക്ക് വാങ്ങിയെന്ന് സാറ് മനസ്സിലാക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത എക്സാമിലേക്കുള്ള സമയമായി അല്ലേ? നമ്മളെന്തായി ക്രിസ്മസ് എക്സാമിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്തി നല്ല ഊർജ്ജത്തോടെ കൂടെ എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട് പൊന്നുമക്കളെ. അപ്പോൾ എന്ത് ചെയ്യണം? യെസ്, നമ്മൾ വളരെ നേരത്തെ തന്നെ തുടങ്ങുകയാണ്. വളരെ നേരത്തെ തന്നെ മെല്ലെ മെല്ലെ ഓരോ ചാപ്റ്ററുകൾ പഠിച്ച് തുടങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യുക, നല്ലൊരു മാർക്ക് എന്ത് ചെയ്യുക, എക്സാം വിന്നറിൻ്റെ നമ്മൾ എക്സാം വിന്നറിൻ്റെ ഫാമിലികൾക്ക് മുഴുവൻ എന്ത് ചെയ്യുക, നല്ല മാർക്ക് എന്ത് ചെയ്യുക, അറബിയിൽ വാങ്ങാം. ഓക്കെ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് 3ാമത്തെ യൂണിറ്റിലേക്ക് പോകാം അല്ലേ? 2 യൂണിറ്റുകൾ നമ്മൾ മനോഹരമായി വിശദീകരിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ എവിടേക്കാണ് പോകുന്നത്? 3ാമത്തെ യൂണിറ്റിലേക്കാണ്. എത്രാമത്തെ യൂണിറ്റ്? യെസ്, 3ാമത്തെ യൂണിറ്റ്. 3ാമത്തെ യൂണിറ്റിൽ നമുക്ക് 3 പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. ആദ്യമായിട്ട് നമുക്ക് പരിചയപ്പെടാം. 1ാമത്തെ പാഠമാണ് എന്ത്? കുൻ ആമിനൻ. നീ എന്ത് ചെയ്യണം? കുൻ ആമിനൻ. എന്താ കുൻ ആമിനൻ എന്ന് പറഞ്ഞാൽ? യെസ്, നീ വിശ്വസ്തനാകണം അല്ലേ? നീ സത്യസന്ധതയുള്ളവനാവണം. നീ ഒരാളോടും കളവ് പറയരുത്. നീ എപ്പോഴും സത്യം മാത്രം പറയണമെന്നുള്ള മനോഹരമായിട്ടുള്ള ഒരു സംഗതിയാണ്, ഒരു കിസ്സയാണ്. കിസ്സത്തു താരീഖി, അതായത് ചരിത്രപരമായിട്ടുള്ള ഒരു കഥയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അല്ലേ? അപ്പോൾ ചരിത്രത്തിൽ നടന്നിട്ടുള്ള ചരിത്ര സംഭവമായി മാറിയിട്ടുള്ള ഒരു കഥയെക്കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് തന്നെ എന്താകാൻ പോകുന്നത്, പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് പോയി നോക്കാം അല്ലേ? കുൻ ആമിനൻ. നോക്കി മക്കളെ, നോക്കി നമ്മുടെ ഹെഡിങ് നോക്കൂ. കുൻ ആമിനൻ, നീ എന്ത് ചെയ്യുക, വിശ്വസ്തതയുള്ള ഒരാളാവുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊരു കഥയാണ്. ഇത് ആരുടെ ഇടയിൽ നടക്കുന്ന കഥയാണ്? 2 ആളുകൾക്കിടയിൽ നടക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള കഥയാണ്. നമുക്ക് ആ കഥയൊന്ന് കേട്ട് നോക്കിയാലോ അല്ലേ? ഒരു ദിവസം എന്താ, നമ്മുടെ ഒരു താജിർ എന്ന് പറഞ്ഞാൽ ആരാ? കച്ചവടക്കാരനാണ് എന്തെന്ന് പറയുക, താജിർ എന്ന് പറയാം. അപ്പോൾ ഒരു സത്യസന്ധത മാത്രം കാണിക്കുന്ന ഒരു കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു ഒരു നാട്ടിൽ. ആ കച്ചവടക്കാരന് ഒരു ഖാദിമു, ഒരു സേവകനുണ്ടായിരുന്നു. അപ്പോൾ ആ കച്ചവടക്കാരൻ എന്ത് ചെയ്തു? ഒരു ദിവസം തൻ്റെ ഖാദിമിനോട്, തൻ്റെ സേവകനോട് പറഞ്ഞു, എന്ത്, നീ ഈ വസ്ത്രങ്ങൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, പുറത്ത് പോയിട്ട് നീ എന്ത് ചെയ്യുക, വിൽപ്പന നടത്തുക അല്ലേ? അപ്പോൾ കച്ചവടക്കാരൻ പറഞ്ഞു, നീ എന്ത് ചെയ്യണം, ഈ കൂട്ടത്തിൽ നിന്ന് വസ്ത്രങ്ങളൊക്കെ എടുത്ത് നീ പുറത്ത് പോയിട്ട് വിൽപ്പന ചെയ്യണം. പക്ഷേ നീ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്ത്? ആ വസ്ത്രത്തിൽ എന്തുണ്ട്? ചില ന്യൂനതകളുണ്ട്. അപ്പോൾ ഒരു വസ്ത്രത്തിൽ എന്തുണ്ട്? ഒരു ന്യൂനതയുണ്ട്. അതുകൊണ്ട് തന്നെ നീ അത് എന്ത് ചെയ്യരുത്, ജനങ്ങൾക്ക് കൊണ്ടുപോയി വിൽക്കരുത് എന്ന് എന്ത് പറഞ്ഞു? കച്ചവടക്കാരൻ പറഞ്ഞു. നോക്കി, ദാത്ത സ്വഭാൻ അർസല താജിറു ഖാദിമു ഇല സൂഖ് ലി ബൈഇൽ മലാബിസ് അല്ലേ? വസ്ത്രത്തെ വിൽക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഖാദിമു, നമ്മുടെ സേവകനോട് താജിർ കൽപ്പിക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്തു? നമ്മുടെ താജിർ എന്ത് ചെയ്തു? നമ്മുടെ ഖാദിം എന്ത് ചെയ്തു? ആ വസ്ത്രവുമായിട്ട് എന്ത് ചെയ്തു? പുറപ്പെട്ടു മക്കളെ. ഇന്ദ ഖുറൂജ് ഖബല താരിജ് ലിൽ ഖാദിം. അപ്പോൾ പുറപ്പെടുന്ന സമയം, അപ്പോൾ നമ്മുടെ ഖാദിമ് വസ്ത്രവുമായിട്ട് പുറപ്പെടുന്ന സമയം നമ്മുടെ താജിർ പറഞ്ഞു, അതായത് കച്ചവടക്കാരൻ ഖാദിമിനോട് പറഞ്ഞു, എന്ത്, ബൈന ഹാദിഇൽ മലാബിസി സൗബുൻ ഫീ വൈബുൻ. നീ എന്ത് ചെയ്യണോ? ഈ വസ്ത്രങ്ങൾ എന്ത് ചെയ്യണം? നീ എന്ത് ചെയ്യണം? വിൽക്കുന്ന സമയം ഈ ഒയ്ബുള്ള വസ്ത്രത്തെ നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ലാ തുഖ്ഫാദ മിനന്നാസ്. നീ എന്ത് ചെയ്യരുത്? ഒരിക്കലും ജനങ്ങളെ നീ എന്ത് ചെയ്യരുത്? വഞ്ചിക്കാൻ പോകരുത്. മനസ്സിലായോ? അപ്പോൾ വാഫഖുൽ ഖാദിമു അസ്ലിൽ സൂഖ്. അങ്ങനെ എന്ത് ചെയ്തു? ഖാദിമു പറഞ്ഞു, ഓക്കെ, ഞാൻ എന്ത് ചെയ്തോളാം, സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞു. നീ ഒരിക്കലും കച്ചവടത്തിൽ കള്ളത്തരം കാണിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഖാദിം എന്ത് ചെയ്തു? വസ്ത്രവുമായിട്ട് അങ്ങാടിയിലേക്ക് പോയി. ഇജ്തമഅന്നാസു ഔലഹുലി ഷിറായിൽ മലാബിസ്. അങ്ങനെ ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടി. എന്തിന്? ആ വസ്ത്രം വാങ്ങാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടി. അൽ ഖാദിമു ജമീഅൽ മലാബിസ് ഫിൽ വഖ്തിൽ ഖസീർ. വളരെ ചുരുങ്ങിയ നേരം കൊണ്ട് തന്നെ നമ്മുടെ ഖാദിം എന്ത് ചെയ്തു? എല്ലാ വസ്ത്രങ്ങളും വിറ്റു. അപ്പം എന്ന് പറഞ്ഞാൽ എന്താ? വിറ്റയച്ചു അല്ലേ? ജമീഅ മലാബിസ്, മുഴുവൻ വസ്ത്രങ്ങളും വിറ്റു. ഫി വഖ്തിൻ ഖസീർ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ. വഖാദ മസ്റൂറൻ. അങ്ങനെ എന്ത് ചെയ്തു? വളരെ സന്തോഷവാനായിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം തിരിച്ചു. അപ്പോൾ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നാട്ടിലേക്ക് പോയി. അവിടെ എന്ത് ചെയ്തത്? പെട്ടെന്ന് എല്ലാ വസ്ത്രങ്ങളും വിറ്റ് കഴിഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? അദ്ദേഹം തിരിച്ചെന്ത് ചെയ്തു? വീട്ടിലേക്ക് മടങ്ങി വന്നു. വഫീ ത്വരീഖിൻ തദക്കറൽ ഖാദിമു നസിയത്ത താജിർ. അങ്ങനെ യാത്രക്കിടെ, അങ്ങനെ ആ കച്ചവടമൊക്കെ കഴിഞ്ഞും എല്ലാ വസ്ത്രങ്ങളും മനോഹരമായി വിറ്റ് കഴിഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? ആ വിറ്റ് സന്തോഷത്തോടെ തിരിച്ചു വരുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മളെ ഖാദിമ് ചിന്തിച്ചത്. എന്താ ചിന്തിച്ചിരുന്നത്? നസീഹത്ത താജിർ. താജിറിൻ്റെ, കച്ചവടക്കാരൻ്റെ ഉപദേശത്തെ അദ്ദേഹം ചിന്തിച്ചു. എന്തായിരുന്നു? വനദിമ അലാ ഫിഇലിഹി. അങ്ങനെ എന്ത് ചെയ്തു? പെട്ടെന്ന് ആലോചിച്ചു.
അങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്തു, നമ്മുടെ താജിറിൻ്റെ എന്തിനെക്കുറിച്ച്, താജിറിൻ്റെ ഉപദേശത്തെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കി. വനദിമ അല ഫീലി വക്കാല ഫീ നഫ്സി, അങ്ങനെ എന്ത് ചെയ്തു, അദ്ദേഹം ആ പ്രവർത്തനം, ആ താജിർ പറഞ്ഞിട്ടുള്ള പ്രവർത്തനം അദ്ദേഹം ചെയ്തില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നു, താജിർ പറഞ്ഞിരുന്നു, ഇതിൽ ഒയ്ബുള്ളൊരു വസ്ത്രമുണ്ട്, നീ അത് വിൽപ്പന നടത്തരുത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നമ്മുടെ ഖാദിം എന്ത് ചെയ്തു, ആ വസ്ത്രം കൊണ്ടുപോയി വിറ്റു മക്കളെ. അങ്ങനെ വനദിമ അല ഫീലിഹി, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ മേലിൽ, ആ ഖാദിം ചെയ്ത പ്രവർത്തനത്തിൻ്റെ മേലിൽ ഖാദിം എന്ത് ചെയ്തു, ഖേദിച്ചു. വക്കാല ഫീ നഫ്സി, എന്നിട്ട് സ്വയം പറഞ്ഞു, ആ ഖാദിം സ്വയം പറഞ്ഞു എന്ത്, മാദാസ അഖൂലു സയ്യിദി, ഞാനിനി എന്താണ് എൻ്റെ നേതാവിൻ്റെ, അതായത് എൻ്റെ യജമാനൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ എന്താ പറയാമെന്ന് ആലോചിച്ചു. ബിഅത്ത് സൗബൻ മാ ഗൈബിഹി, ഞാൻ ആ വസ്ത്രത്തെ, ഒരു വസ്ത്രത്തെ ഞാൻ വിറ്റു. എങ്ങനെ വിറ്റു, മാ ഗൈബിഹി, അതിൻ്റെ ന്യൂനതകളോടുകൂടെ. അപ്പം ന്യൂനതയുള്ള വസ്ത്രത്തെ വിൽക്കരുതെന്ന് പറഞ്ഞു. നമ്മളെ ഖാദിം എന്തായില്ല, കേട്ടില്ല. ഖാദിം എന്ത് ചെയ്തു, ആ വസ്ത്രത്തെ വിട്ടു. ഫഹജത്തൻ, പെട്ടെന്ന്, ഫഹജത്ത് എന്ന് പറഞ്ഞാൽ എന്താ, പെട്ടെന്ന്. റജ ഖാദിമിലെ സൂക്ക്, നമ്മുടെ ഖാദിം എന്ത് ചെയ്തു, നമ്മുടെ സേവകൻ എന്ത് ചെയ്തു, പെട്ടെന്ന് ഈ കാര്യം ഓർമ്മ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ എവിടെ കൂടി മക്കളെ, യെസ്, എവിടെ കൂടി, നേരെ തന്നെ അങ്ങാടിയിലേക്ക് ഓടി. വസഅലനിൽ മുസ്തരി വലാകില്ലം യജിദുഹു, പക്ഷേ വസഅലനിൽ മുസ്തരി, ഈ വാങ്ങിയ ആൾ, ഈ വസ്ത്രം വാങ്ങിയ ആളെ കുറിച്ച് ചോദിച്ചു. പക്ഷേ വലാകില്ലം യജിദുഹു, എന്തായിട്ടില്ല, കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഖാദിം ഈ വാർത്ത അറിയലും പെട്ടെന്ന് തന്നെ എവിടെ ഓടി, വീണ്ടും അങ്ങാടിയിലേക്ക് തന്നെ ഓടി. എന്തിനു വേണ്ടിയിട്ട്, ആ വാങ്ങിയ ആളിൽ നിന്ന് ആ വസ്ത്രം തിരിച്ച് വാങ്ങിയിട്ട് പൈസ അങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ. പക്ഷേ അവിടെ പോയപ്പോഴത്തേക്ക് ആരെ കാണുന്നില്ല, ആ വാങ്ങിയ ആളെ കാണുന്നില്ല. ഫസോറ ഹസീനൻ, വളരെ ദുഃഖിതനായിട്ട് ആര് മാറി, നമ്മുടെ ഖാദിം വളരെ ദുഃഖമുള്ളവനായി മാറി. മക്കളെ ഇവിടെ നോക്കൂ, 3 ക്വസ്റ്റ്യൻ ആൻസറുകളാണ് നമുക്ക് ഈ ഒരൊറ്റ ഭാഗത്തിൽ നിന്നുള്ളത്. ലാ തസ്തുറു ഹാദൽ ഗൈബു അമാമന്നാസ് മൻ കാല ഹാദ, അല്ലേ, ഈ ലാ തസ്തുറു ഹാദൽ ഗൈബു അമാമന്നാസ്, ഈ ഒയ്ബുള്ള വസ്ത്രം നീ ഒരിക്കലും ജനങ്ങൾക്ക് മുമ്പിൽ വിൽക്കരുതെന്ന് പറഞ്ഞത് മൻ കാല ഹാദ, ഇതാരായിരുന്നു പറഞ്ഞതെന്നാ, ആരായിരുന്നു പറഞ്ഞത്, നമ്മുടെ ഖാദിമിനോട് ആരായിരുന്നു പറഞ്ഞു കൊടുത്തിരുന്നത്, താജിറുൻ. ആരാണ്, താജിറുൻ, കച്ചവടക്കാരനായിരുന്നു എന്ത് പറഞ്ഞത്, നീ ഒരിക്കലും ഇത് വിൽക്കരുതെന്ന് നമ്മുടെ ഖാദിമിനോട് പറഞ്ഞത്, അല്ലേ. അപ്പോൾ താജിർ എന്നാണ് ആൻസർ. നോക്കി, ലിമാ ഇജ്തമാ നാസു ഹൗലൽ ഖാദിം, എന്തിനാണ് ജനങ്ങൾ മുഴുവനായിട്ട് നമ്മുടെ ഖാദിമിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടിയെന്നാ. അപ്പോൾ സേവകൻ്റെ അടുത്ത് എന്തിനാണ് നമ്മളെ ജനങ്ങൾ മുഴുവൻ ഒരുമിച്ച് കൂടിയെന്നുള്ള ചോദ്യത്തിന് എന്താ ആൻസർ, യെസ്, എന്തിനാ, ലിഷിറാ ഇൽ മലാബിസ്, എന്താ, വസ്ത്രങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്, അല്ലേ. അപ്പോൾ വസ്ത്രങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ജനങ്ങളൊക്കെ നമ്മളെ ഖാദിമിൻ്റെ അടുത്ത് എന്തായത്, ഒരുമിച്ച് കൂടിയത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ, ലിഷിറാ, ഇല്ലേ, ലിഷിറാ ഇൽ മലാബിസ്, എന്തിനാണ്, വസ്ത്രങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും എന്തായത്, നമ്മുടെ ഖാദിമിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടിയത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ലിമാ ഖജിലൽ ഖാദിം, എന്തിനാണ് ഖാദിം എന്തായത്, ഖേദിച്ചതെന്ന്. അപ്പോൾ ഖാദിമിന് എന്തുകൊണ്ടാണ് ഖേദം വന്നത്, എന്തിനായിരുന്നു ആദ്യം ഖേദിച്ചത്, വിൽക്കാൻ പറഞ്ഞത്, വൈബുള്ള വസ്ത്രം വിൽക്കരുതെന്ന് പറഞ്ഞു. നമ്മുടെ ഖാദിം എന്ത് ചെയ്തു, ആ വസ്ത്രം കൊണ്ടുപോയി വിറ്റു. അതിനാണ് എന്ത് ചെയ്തത്, നമ്മുടെ ഖാദിം ഖേദിച്ചത്. അപ്പോൾ നോക്കി, ഇന്തമാ തദക്കറ എന്ന് പറഞ്ഞാൽ എന്താ, ആലോചിച്ച സമയത്ത്, അല്ലേ, ചിന്തിച്ച സമയത്ത് എന്തിനെക്കുറിച്ച്, അന്നവും നിശ്ചയമായി അവനെന്തായി, വിറ്റു, നമ്മുടെ ഖാദിം വിറ്റു. എന്തിനെ വിറ്റു മക്കളെ, അസൗബുൽ മുഗയ്യിബ്, അല്ലേ, വൈബുള്ള വസ്ത്രത്തെ എന്തായി, നമ്മളെ ഖാദിം കൊണ്ടുപോയിട്ട് വിറ്റു. ഇതാലോചിച്ചപ്പോഴാണ് നമ്മളെ ഖാദിമിന് എന്തായത്, വളരെ ദുഃഖം തോന്നിയത്. അപ്പോൾ 3 ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായല്ലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താ, ലാ തസ്തുറു ഹാദൽ ഗൈബു അമാമന്നാസ് മൻ കാല ഹാദ, നീ ഒരിക്കലും ഈ വൈബുള്ള വസ്ത്രം ജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുപോയി വിൽക്കരുതെന്ന് പറഞ്ഞത് ആരായിരുന്നു എന്നാ ചോദിച്ചത്, ആരായിരുന്നു, യെസ്, ആരായിരുന്നു, നമ്മളെ ഖാദിം അല്ല, താജിർ ആയിരുന്നു. അടുത്ത പോലെ തന്നെ ലിമാ ഇജ്തമാ നാസു ഹൗലൽ ഖാദിം, ഖാദിമിൻ്റെ മുമ്പിൽ എന്തിനാണ് ജനങ്ങൾ ഒരുമിച്ച് കൂടിയെന്നാണ് ചോദിച്ചിരുന്നത്, എന്തിനാ, ലിഷിറാ ഇൽ മലാബിസ്, അല്ലേ, വസ്ത്രങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. ലിമാ ഖജിലൽ ഖാദിമു, എന്തിനാണ് ഖാദിം എന്തായത് ഖേദം പ്രകടിപ്പിച്ചതെന്നാണ് ചോദിച്ചത്, എന്താ, ഇന്തമാ തദക്കറ അന്നഹു ബാഅ സൗബുൽ മുഗയ്യിബ്, അല്ലേ, വസ്ത്രത്തെ വിറ്റു. എങ്ങനത്തെ വസ്ത്രത്തെ വിറ്റു, വളരെ മ്ലേച്ഛയുള്ള, വളരെ ന്യൂനതയുള്ള, വിൽക്കരുത് എന്ന് പറഞ്ഞ വസ്ത്രത്തെ നമ്മുടെ ഖാദിം എന്ത് പറഞ്ഞു, എന്ത് ചെയ്തു, കൊണ്ടുപോയി വിറ്റു. അടുത്ത നോക്കി, വഫിൽ മസാഖ്, അതിൻ്റെ ശേഷം പറയാണ്, അവൻ വിൽക്കരുതെന്ന് പറഞ്ഞു, പക്ഷേ നമ്മുടെ ഖാദിം അത് കേട്ടില്ല. ഖാദിം എന്ത് പോയി, അറിയാതെ വിറ്റുപോയി. വഫിൽ മസാഖ് ഓദൽ ഖാദിമിലെ താജിർ, അങ്ങനെ നമ്മളെ സേവകൻ എവിടേക്ക് തിരിച്ചു വന്നു, നമ്മുടെ താജിറിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോയി, നമ്മുടെ കച്ചവടക്കാരൻ്റെ അടുത്തേക്ക് തിരിച്ചു പോയി. വക്കാല, എന്നിട്ട് പറഞ്ഞു, അഫുവൻ യാ സയ്യിദി, എനിക്ക് പുറത്തു തരണം, അല്ലേ, അഫുവൻ യാ സയ്യിദി, സോറി,
മാപ്പ് യാ സെയ്ദിയോ എൻ്റെ നേതാവേ. കാരണം എന്താ? നെസീത്തു ഞാൻ എന്തായി മറന്നിരിക്കുന്നു. നെസീത്തു എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ മറന്നു. എന്ത്? നസീഅത്തക്ക നിങ്ങളുടെ നസീഹത്തിനെ, നിങ്ങളുടെ ഉപദേശത്തെ, നിങ്ങൾ പറഞ്ഞ കാര്യത്തെ ഞാൻ മറന്നുപോയി. എന്തായിരുന്നു പറഞ്ഞത്? വബിഅത്ത് സൗബൻ മാ വൈബിഹി, ഞാൻ ആ വസ്ത്രത്തെ വിറ്റു. എങ്ങനെ വിറ്റു? മാ വൈബിഹി, അതിൻ്റെ ഒയ്ബോട് കൂടെ, അതിൻ്റെ ന്യൂനതയോട് കൂടെ ഞാൻ എന്ത് ചെയ്തു? ആ വസ്ത്രത്തെ വിറ്റു എന്ന് നമ്മുടെ ഹാദിം നമ്മുടെ താജിറിനോട് പറഞ്ഞു. ഫക്കറ താജിർ. എന്നിട്ട് എന്ത് ചെയ്തു? ആ സമയം ഇത് കേട്ട പാടെന്ത് ചെയ്തു? നമ്മളെ താജിർ കുറച്ച് നേരം ചിന്തിച്ചു. എന്നിട്ട് പറഞ്ഞു കലീലൻ, കുറച്ച് നേരം ചിന്തിച്ചിട്ട് വക്കാല, എന്നിട്ട് പറഞ്ഞു, നമ്മുടെ താജിർ ഹാദിമിനോട് പറയാണ്. എന്താ പറയുന്നത്? ഇദ്ഹബ് ബില സൂഖ്, നീ എവിടേക്ക് പോവുക? നീ അങ്ങാടിയിലേക്ക് പോവുക. ഫതസദ്ദഖ് ബിസമനി മലാബിസ് കുല്ലിഹി, ഈ വസ്ത്രം നിനക്ക് കിട്ടിയിട്ടുള്ള, നിനക്ക് വിറ്റ് കിട്ടിയിട്ടുള്ള ഈ വസ്ത്രത്തിൻ്റെ മുഴുവൻ പൈസ നീ എന്ത് ചെയ്യുക? ആ അങ്ങാടിയിൽ പോയിട്ട് നീ എന്ത് ചെയ്യുക? സ്വതക്ക ചെയ്യാന്ന് പറഞ്ഞു അല്ലേ? നീ അവർക്കൊക്കെ എന്ത് ചെയ്യുക? ദാനം കൊടുക്കുക എന്ന് പറഞ്ഞു. ഇന്നസിദ്ക യഹ്ദീലൽ ബിർ. എന്നിട്ട് നമ്മുടെ താജിർ ഹാദിമിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, മക്കളെ എന്താ പറയുന്നതെന്നറിയോ? ഇന്നസിദ്ക, നിശ്ചയമായും സത്യസന്ധത എന്നുള്ളത് യഹ്ദീലൽ ബിർ, അത് നന്മയിലേക്ക് നയിക്കും. അപ്പോൾ സത്യസന്ധതയുള്ളവനാകണം, സത്യം മാത്രം പറയണം. സത്യസന്ധതയുള്ള ഒരു ചങ്ങാതി സത്യസന്ധത കാണിച്ചാൽ അവൻ എവിടേക്ക് പോകും? അവൻ നന്മയിലേക്കായിത്തീരും അല്ലേ? അവനക്ക് നന്മ ഒരുപാട് കരസ്ഥമാകും. അതുപോലെ തന്നെ വഹുൽഖുൽ ഹസനുൻ, അതെന്താണ്? ഏറ്റവും നല്ല സ്വഭാവങ്ങളാണ്. അപ്പോൾ നോക്കൂ മക്കളെ, ഇവിടെ ഒക്കെ പറയുന്നത്, ഇവിടെ ഇന്നസിദ്ക യഹ്ദി ഇലൽ ബിർ, നിശ്ചയമായും സത്യസന്ധത എന്നുള്ളത് അത് നന്മയിലേക്ക് നയിക്കും. അപ്പോൾ സത്യസന്ധതയെക്കുറിച്ച് നമ്മുടെ താജിർ നമ്മുടെ ഹാദിമിന് പറഞ്ഞു കൊടുക്കുന്ന പോയിന്റുകളാണ്, ശ്രദ്ധിക്കുക. ഒന്നാമതായി പറഞ്ഞു ഇന്നസിദ്ക യഹ്ദീലൽ ബിർ, നിശ്ചയമായും സത്യസന്ധത എന്നുള്ളത് അത് നന്മയിലേക്ക് നയിക്കും. അതുപോലെ തന്നെ വൗവ ഹുൽഖുൽ ഹസനുൻ, അത് ഏറ്റവും നല്ല സ്വഭാവമാണ്. അതാണെന്ത്? ഹുൽഖുൽ ഹസൻ, സത്യസന്ധത എന്നുള്ളത് ഹുൽഖുൽ ഹസനുൻ, ഏറ്റവും നല്ല സ്വഭാവം എന്നുള്ളത് എന്താണ്? സത്യസന്ധതയാണ്. യുഹിബ്ബുന്നാസ്, ജനങ്ങൾ എന്ത് ചെയ്യുന്നു? ഇഷ്ടപ്പെടുന്നു. അങ്ങനെ സത്യസന്ധത കാണിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു? ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു. വയസീഖൂന ബിഹി, അവരെന്ത് ചെയ്യുന്നു? വയസീഖൂന ബിഹി, അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? വളരെ വിലപ്പെട്ടവുള്ളവരായിട്ട് എന്ത് ചെയ്യുന്നു? ജനങ്ങളെടുത്തായി മാറുന്നു. അതുപോലെ തന്നെ വൗവ ത്വരീഖുൽ ഹുബ്ബി, അതാണ് ഏറ്റവും നല്ല അല്ലേ? സ്നേഹിക്കപ്പെടാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം എന്താണ്? സത്യസന്ധത കാണിക്കുക എന്നുള്ളതാണ്. കബൂലുൽ അദന്നാസ്, ജനങ്ങൾക്കിടയിൽ ഏറ്റവും സ്വീകാര്യമുള്ളവനായിട്ട്. കബൂൽ എന്ന് പറഞ്ഞാൽ സ്വീകാര്യതയുള്ളവൻ. അപ്പോൾ എല്ലാവരും അംഗീകരിക്കപ്പെടണമെങ്കിലും അതുപോലെ തന്നെ എല്ലാവരുടെ സ്നേഹം കൈപ്പറ്റണമെങ്കിലും നീ സത്യസന്ധത കാണിക്കണം. സത്യസന്ധതയ്ക്ക് എന്തുണ്ട്? വളരെയേറെ മഹത്വമുണ്ട്. അസ്സിദ്ഖു ഖുൽഖുൽ കരീം, സത്യസന്ധത എന്നുള്ളത് ഖുൽഖുൽ കരീം, ഏറ്റവും മാന്യമായിട്ടുള്ള സ്വഭാവത്തിൽപ്പെട്ടതാണ്. വയക്റബു ഇലൈഹിന്നാസ്, ജനങ്ങളിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജനങ്ങളൊക്കെ പെട്ടെന്ന് അവനെ സ്വീകരിക്കാൻ, അവനെ മനസ്സിലാക്കാൻ സത്യസന്ധത എന്നുള്ളത് എന്താണ് മക്കളെ? വളരെ പ്രധാനമാണ്. അസ്സിദ്ഖു മിന സിഫാത്തിൽ ഹമീദ, ഏറ്റവും സുദീർഘമായിട്ടുള്ള ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള സിഫത്തിൽപ്പെട്ടതാണ് എന്ത്? അസിഫാത്തുൽ ഹമീദയാണ് എന്ത് മക്കളെ? അസിദ്ഖ്, സത്യസന്ധത എന്നുള്ളത്. അതുപോലെ തന്നെ വൗവ ത്വരീഖുൽ ഖൈരി വൻ നജാത്ത്, വിജയത്തിൻ്റെയും അതുപോലെ തന്നെ എല്ലാ ഹൈറിൻ്റെയും മനോഹരമായിട്ടുള്ള വാതിലുകളാണ്, മനോഹരമായിട്ടുള്ള വഴികളാണ് എന്ത് മക്കളെ? സത്യസന്ധത എന്നുള്ളത്. അപ്പോൾ നോക്കിയാട്ടെ, നമ്മുടെ താജിർ മനോഹരമായിട്ട് ഖാദിമിന് പറഞ്ഞു കൊടുക്കുകയാണ്, നീ സത്യസന്ധതയുള്ളവനാകണം, നീ ഒരിക്കലും കളവ് പറയാൻ പോകരുത്. കാരണം ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമ, ജനങ്ങളെ കൊണ്ട് ഏറ്റവും അടുപ്പിക്കാൻ പറ്റുന്ന എന്ത് കാര്യമുണ്ടായിക്കോട്ടെ അതൊക്കെ സത്യസന്ധത ഉള്ളവനായി മാറിയാലേ കഴിയൂ അല്ലേ? നമ്മളൊരു കച്ചവടം നടത്തുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക പൊന്നുമക്കളെ, നമ്മളെന്താവരുത്? ഒരിക്കലും കളവ് പറയരുത്. എപ്പോഴും സത്യം മാത്രം പറയുക. നമ്മൾ എന്തൊരു ചെറിയ കാര്യം ചെയ്തോട്ടെ, നമ്മൾ കച്ചവടം തന്നെ നടത്തിക്കൊള്ളുന്നില്ല. എന്തൊരു കാര്യമാണെങ്കിലും എൻ്റെ പൊന്നുമക്കൾ എന്ത് ചെയ്യണം? സത്യം മാത്രം പറയണം. നോക്കി, തുല്ലാബി, എൻ്റെ പൊന്നുമക്കളെ, അൽ തഹ്രിഫൂന മാ താജിർ അൽ അമീൻ, ഇത്രമേൽ വിശ്വസ്തനായിട്ടുള്ള താജിർ ആരാ അറിയോന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ആരാന്നറിയോ? നഗം, അതെ, അതാരാണ്? ഹുവ ഇമാം അബൂ ഹനീഫ റഹ്മഉല്ല. ഇമാം അബൂ ഹനീഫ റഹ്മയുള്ളയാണ്. അപ്പോൾ ഹനഫി മദ്ഹബിൻ്റെ നമ്മുടെ ഇസ്ലാമിൽ എത്രയുണ്ട്? 4 മദ്ഹബുകളുണ്ട്. മനസ്സിലായോ? അപ്പോൾ 4 മദ്ഹബിൽപ്പെട്ട ഒരു മദ്ഹബിൻ്റെ ഇമാമാണ് നമ്മുടെ അബൂ ഹനീഫ റഹ്മഉല്ല അലൈഹി അല്ലേ? അപ്പോൾ നമ്മുടെ ഇമാം അബൂ ഹനീഫ റഹ്മഉല്ലയാണ് ഇത്ര സത്യസന്ധത കാണിച്ച ഒരു താജിർ, ഒരു കച്ചവടക്കാരൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായോ പൊന്നുമക്കളെ? നോക്കൂ, ലിമാദ ദഹബൽ, 2 ക്വസ്റ്റ്യൻ ആൻസർ നമ്മളോടുള്ളത്. ലിമാദ ദഹബൽ ഖാദിമിൽ സൂഖി മറത്ത സാനിയ, എന്തിനാണ് നമ്മുടെ ഖാദിം രണ്ടാമതുമായി എവിടേക്ക് പോയത്? നമ്മുടെ സൂക്കിലേക്ക്, അങ്ങാടിയിലേക്ക് പോയത് എന്തിനായിരുന്നു?
എന്തിനാണ് രണ്ടാമത് നമ്മുടെ ഖാദിമ്, അതായത് സേവകൻ രണ്ടാമതും എന്തിനാണ് സൂക്കിലേക്ക് പോയത് എന്നുള്ള ചോദ്യം എന്തിനായിരുന്നു? ലിമാദാ ദഹബൽ ഖാദിമു ഇല സൂഖി മറത്തൻ സാനിയ, രണ്ടാമതും അങ്ങാടിയിലേക്ക് പോയി. എന്തിന്? ആദ്യം വാങ്ങിയിട്ടുള്ള ആളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, മാതാ അമറത്താജുർ ലിസമിനിൽ മലാബിസ്, നമ്മുടെ താജിർ കച്ചവടക്കാരൻ എന്തായിരുന്നു കൽപ്പിച്ചിരുന്നത്? ആരോട്? നമ്മുടെ ഖാദിമിനോട് കച്ചവടക്കാരൻ, അതായത് കച്ചവടക്കാരൻ എന്തായിരുന്നു കൽപ്പിച്ചെന്നുള്ള ചോദ്യത്തിന് എന്താ മക്കളെ ആൻസർ? ഇതാ, ഇദ്ഹബില സൂഖ് വതസദ്ദഖ് ബിസമിനി മലാബിസ് കുല്ലിഹി, നീ എന്ത് ചെയ്യുക? അങ്ങാടിയിലേക്ക് പോകുക അല്ലേ. ഇദ്ഹബില സൂഖ്, നീ എന്ത് ചെയ്യണം? അങ്ങാടിയിലേക്ക് പോകണം. എന്നിട്ട് പറയാണ് എന്ത്? വതസദ്ദഖ് ബിസമിനി മലാബിസ് കുല്ലിഹി, ആ കിട്ടിയിട്ടുള്ള എല്ലാ മുഴുവൻ പൈസയിൽ നിന്ന് നീ എന്ത് ചെയ്യണം? സ്വതക്ക ചെയ്യണമെന്ന് ആര് പറഞ്ഞു? നമ്മുടെ താജിർ പറഞ്ഞു കൊടുത്തു. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായല്ലോ. ഇനി അടുത്ത് നോക്കി, വഫിൽ മസായി അദൽ ഖാദിമിൽ താജിർ, അടുത്ത് നോക്കി മക്കളെ. അപ്പോൾ ഇതാണ് ഈ കഥയുടെ ഉള്ളടക്കം. അപ്പോൾ ഈ ഒരു സത്യസന്ധത അല്ലേ, ചരിത്രം ഏത് വിഷയത്തിലാണെങ്കിലും സത്യസന്ധത കാണിക്കണമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാത്ത മാതൃകയാണ് ഈ ഒരു കഥ എന്നുള്ളത്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി എന്തായിരുന്നു? നല്ല കച്ചവടക്കാരനായിരുന്നു. വെറും കച്ചവടക്കാരനല്ല, സത്യസന്ധത കാണിച്ചിട്ടുള്ള കച്ചവടക്കാരനും എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. കാരണം സത്യസന്ധത കാണിച്ചാലേ എന്തുണ്ടാവും മക്കളെ? വിജയം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ കളവ് പറഞ്ഞാലും കളവ് കാണിച്ചാലും ഒരിക്കലും എന്ത് കിട്ടൂല? നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയില്ല. നല്ല സ്വഭാവക്കാരായിട്ട് മാറാൻ കഴിയില്ല. കച്ചവടത്തിലൂടെ ഉടായിപ്പ് കളിച്ച് അല്ലേ, അനർഹമായിട്ടുള്ള പൈസകൾ നമ്മൾ ഒരുപാട് വാരിക്കൂട്ടിയാലോ അതൊരു കാര്യവുമില്ല. അതൊക്കെ എന്താണ് മക്കളെ? പരാജയത്തിലേക്കാണ് പോവുക. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ, അതുപോലെ തന്നെ കച്ചവടത്തിൽ, എന്ത് കാര്യത്തിലായിക്കോട്ടെ, നാം ചെയ്യുന്ന ഏത് പ്രവർത്തനത്തിലും നല്ല സത്യസന്ധതയായിട്ടുള്ള പൊന്നുമക്കളായിട്ട് നമ്മളൊക്കെ മാറണം. അതിനാണ് നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചാപ്റ്റർ ഇവിടെ പഠിപ്പിച്ചു തന്നത്. അതിനാണ് നമ്മുടെ ഇമാമായിട്ടുള്ള ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥയും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ എന്ത് ചെയ്യണം? ഈ കഥയിൽ നിന്ന് പാഠം നമ്മൾ ഉൾക്കൊള്ളണം. ഈ കഥ വെറുതെ കേട്ടങ്ങ് പോയാൽ പോരാ. ഈ കഥയിൽ നിന്ന് കറക്റ്റ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ പാഠം മനസ്സിലാക്കണം. ഈ കഥ നമ്മൾ മനസ്സിലാക്കണം. ഈ കഥയുടെ ഗുണപാഠം നമ്മൾ തിരിച്ചറിയണം. നോക്കൂ മക്കളെ, നക്ര ഉന്നസ് വനക്കുമിലുൽ ഹിവാറ, നമ്മളോട് ഇത് വായിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? വനക്കുമിലുൽ ഹിവാറ, നമ്മളോടൊരു ഹിവാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നോക്കി, നസ്രൽ ഖാദിം ഇലാ ബൈത്തി, നമ്മളെ ഖാദിം എന്ത് ചെയ്യാണ്? അവൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. മുത്തഹിറൻ, വളരെ എന്താണ്? വളരെ സങ്കടപ്പെട്ടുകൊണ്ട് അല്ലേ. ഫദാറ ബൈനഹു വ ബൈന വാലിദുൽ ഹിവാർ, ആ സമയത്ത് നമ്മളെ ഖാദിം വീട്ടിലേക്ക് എത്തിയപ്പോൾ ഖാദിമിൻ്റെ ഇടയിലും അതുപോലെ തന്നെ നമ്മുടെ ഖാദിമിൻ്റെ ഉപ്പയുടെ ഇടയിലും എന്താണ്? ഒരു സംഭാഷണം നടക്കുകയാണ്, ഒരു ഹിവാർ നടക്കുകയാണ്. അതാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അൽ ഇബിൻ എന്ന് പറഞ്ഞാൽ ആരാ? മകൻ, അതായത് ഖാദിം എന്ത് പറയും? ഒരാളെ കണ്ടാൽ തന്നെ നമ്മൾ പറയണം, എന്താ പറയേണ്ടത്? അസ്സലാമു അലൈക്കും എന്ന് പറയൂ അല്ലേ. അപ്പോൾ ഖാദിം എന്ത് പറഞ്ഞു? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു അല്ലേ. നോക്കൂ, അപ്പോൾ വാലിദ്, അവൻ്റെ ഉപ്പ പറഞ്ഞു എന്ത്? വലൈക്കും മുസ്സലാം എന്നെന്തായി? മറുപടി പറഞ്ഞു. ഒരാൾ സലാം പറഞ്ഞാൽ വാലൈക്കും മുസ്സലാം എന്നെന്ത് ചെയ്യണം? മറുപടി പറയണം. ലിമാ തഹയ്യർ, നീ എന്തിനാണ് ഇങ്ങനെ പരിഭ്രാന്തനായത് അല്ലേ? നീ എന്തിനാണ് ഇങ്ങനെ വേജറാകുന്നതെന്ന് ചോദിച്ചു. ആര്? നമ്മുടെ ഉപ്പ പറഞ്ഞു. അപ്പോൾ ഇബിന് പറഞ്ഞു എന്ത്? യാബസ്, ഓ ഉപ്പയെ ഞാൻ എന്താണ്? അന ഹസീനു, ഞാൻ വളരെ ദുഃഖിതനാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഉപ്പ തിരിച്ചു ചോദിക്കുകയാണ് എന്ത്? വാലിദ് ചോദിക്കുകയാണ്, മാതാ സാബക്, നിനക്ക് എന്ത് പറ്റി? ഇത്രമേൽ ദുഃഖപ്പെടാൻ നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു. ആ സമയം നമ്മൾ ഇബിന് പറഞ്ഞു. എന്താ പറഞ്ഞത് മക്കളെ? എന്താ പറഞ്ഞത്? നമ്മൾ ഇബിന് പറഞ്ഞു എന്ത്? നസീത്തു, ഞാൻ മറന്നു. എന്തിനെ മറന്നു? നസീത്ത താജിർ, ഞാൻ എന്ത് ചെയ്തു? നസീത്ത താജിർ, എനിക്ക് കച്ചവടക്കാരൻ എന്നോട് പറഞ്ഞിട്ടുള്ള ആ ഉപദേശത്തെ ഞാൻ മറന്നു. അതല്ല അവിടെ എഴുതേണ്ടത്. അപ്പോൾ നോക്കി, അൽ വലതു ചോദിക്കുകയാണ്, അൽ വാലിദ് ഉപ്പ ചോദിക്കുകയാണ്, മാതാ സാബക്, നിനക്കെന്ത് പറ്റി? അപ്പോൾ അൽ ഇബിന് മറുപടി പറയുകയാണ് എന്ത്? നസീത്തു, ഞാൻ മറന്നുപോയി. നസീത്തു, ഞാൻ മറന്നു. എന്തിനെ മറന്നു? അൽ നസീത്തു നസീഹത്ത് താജിർ, താജിറിൻ്റെ ഉപദേശത്തെ ഞാൻ എന്തായി? മറന്നുപോയി എന്ന് ഇത് ചെയ്തു? തിരിച്ചു പറഞ്ഞു. അൽ വാലിദ്, അപ്പം ഉപ്പ തിരിച്ചു ചോദിക്കുകയാണ് എന്ത്? മാതാക്കാനത്ത് നസീഹത്തുഹു, എന്താ തിരിച്ചു ചോദിക്കുക? മാതാക്കാന നസീഹത്തുഹു, എന്തായിരുന്നു നമ്മുടെ ആ കച്ചവടക്കാരൻ്റെ മാതാക്കാന നസീഹത്തുഹു, എന്തായിരുന്നു നമ്മുടെ കച്ചവടക്കാരൻ്റെ നസീഹത്ത് എന്ന് എന്ത് ചെയ്തു? ഉപ്പ തിരിച്ചു ചോദിച്ചു അല്ലേ. അപ്പോൾ എന്തിനാ ഇങ്ങനെ ദുഃഖപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ പൊന്നുമോൻ പറഞ്ഞു എന്ത്? നസീത്തു നസീഹത്ത് താജിർ, ഞാൻ എന്ത് ചെയ്തു? താജിറിൻ്റെ നസീഹത്തിനെ മറന്നുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ വാലിദ് ചോദിക്കുക, എന്താ ചോദിക്കുന്നത്? മാതാക്കാന നസീഹത്തു, എന്തായിരുന്നു ആ നസീഹത്ത്? അപ്പോൾ നമ്മൾ ഇബിന് പറയുകയാണെന്ത്? ലാ തബിഅൽ മലാബിസ് ബിദൂനി ദിക്രി ഉയൂബിഹ, അതിൻ്റെ ഒയൂബ്, അതിൻ്റെ ഒയ്ബിനെ വെളിവാക്കാതെ നീ അത്
കച്ചവടം ചെയ്യരുത് അല്ലേ, ഒരു വസ്ത്രത്തിൻ്റെ ന്യൂനതകളെ പ്രശ്നങ്ങളെ പറയാതെ നീ അത് കച്ചവടം ചെയ്യരുത് എന്നായിരുന്നു എന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ വാലിദ് ചോദിച്ചു അൽ ബിഅത്ത, നീ അതിനെ വിറ്റോ? അപ്പോൾ നമ്മുടെ ഇബ്ൻ എന്താ തിരിച്ചു പറയുക, നഅം അല്ലേ, നഅം എന്തായി, നഅം ബിഅത്തു, ഞാനെന്ത് ചെയ്തു അതിനെ, നഅം ബിഅത്ത അല്ലേ, നഅം ബിഅത്ത ജമീഅ മലാബിസ് മാ ഒയ്ബിഹി, ഞാനെന്ത് ചെയ്തു ആ വസ്ത്രങ്ങളെ മുഴുവൻ അതിൻ്റെ ഒയ്ബോട് കൂടെ തന്നെ ഞാനെന്ത് ചെയ്തു വിറ്റ് കളഞ്ഞു എന്ന് ആര് പറഞ്ഞു മക്കളെ, നമ്മൾ ഇബ്നു പറഞ്ഞു. അപ്പം നഅം അതെ ബിഅത്തു ഞാൻ വിറ്റു, ജമീഅ മലാബിസി എല്ലാ മലാബിസിനെയും ഞാൻ വിറ്റു, മാ ഒയ്ബിഹി അതിൻ്റെ ഒയ്ബോട് കൂടെ അല്ലേ, മാ ഒയ്ബിഹി അതിൻ്റെ ഒയ്ബോട് കൂടെ എന്ത് ചെയ്തു എല്ലാ വസ്ത്രത്തെയും ഞാൻ വിറ്റു എന്നെന്തായി നമ്മളെ ഇബിന് മറുപടി പറഞ്ഞു. അപ്പോൾ വാലിദ് ചോദിക്കുകയാണെന്ത്, മതാ കാല താജിർ, എന്നോട് താജിർ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഇബിന് പറഞ്ഞു എന്തു, താജിർ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഇബിന് പറഞ്ഞു കാല ബിസമിനി മലാബിസ്, എന്നോട് ആ താജിർ തിരിച്ചു പറഞ്ഞത് എന്താ, ഇദ്ഹബ് ഇല സൂക്ക്, നീ എവിടേക്ക് പോകണം, അങ്ങാടിയിലേക്ക് പോകണം അല്ലേ, ഇദ്ഹബ് ഇല സൂക്ക്, നീ എന്ത് ചെയ്യുക അങ്ങാടിയിലേക്ക് പോവുക, ഇദ്ഹബ് നീ പോവുക, ഇല സൂക്ക് അങ്ങാടിയിലേക്ക് പോവുക, എന്നിട്ട് നീ എന്ത് ചെയ്യണം, അസദ്ദക്ക നീ എന്ത് ചെയ്യണം, അതൊക്കെ നീ സ്വതക്ക ചെയ്യണം, നിനക്ക് കിട്ടിയ എല്ലാ പൈസയും നീ സ്വതക്ക ചെയ്യണം, ബിസമിനി മലാബിസി, നിനക്ക് ആ വസ്ത്രം കൊണ്ട് കിട്ടിയിട്ടുള്ള പൈസ കൊണ്ട് നീ എന്ത് ചെയ്യണം, സ്വതക്ക ചെയ്യണമെന്നാണ് എന്നോട് താജിർ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ വാലിദ് പറഞ്ഞു ജസാക്കുമുല്ലാ ഖൈർ, അള്ളാഹ് നിനക്ക് എന്ത് ചെയ്യട്ടെ, എല്ലാ ഖൈറിനെയും തരട്ടെ എന്ന് പറഞ്ഞു അല്ലേ. നോക്കി, വളരെ മനോഹരമായിട്ടുള്ളൊരു സംഭാഷണമാണ് നമ്മുടെ ഉപ്പയുടെയും മകൻ്റെ ഇടയിൽ നടന്നിട്ടുള്ളത്. ആ മകൻ വളരെ വെപ്രാളത്തോടെ വളരെ സങ്കടത്തോടു കൂടെ വീട്ടിലേക്ക് വരുമ്പോൾ ആ ഉപ്പ പറഞ്ഞു, മകനെ നീ വിഷമിക്കേണ്ടതില്ല, നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ നമ്മളെ മകൻ പറഞ്ഞു എന്ത്, ഞാൻ നമ്മുടെ താജിർ പറഞ്ഞിട്ടുള്ള നസീയത്ത് മറന്നുപോയി എന്ന് ഉപ്പ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഉപ്പ തിരിച്ചു ചോദിച്ചു എന്തായിരുന്നു ആ നസീയത്ത്. മകൻ പറഞ്ഞു ഒയ്ബോട് കൂടെ അല്ലാതെ നീ ഒയ്ബ് പറയാതെ, അതായത് ഒരു ന്യൂനത പറയാതെ നീ വസ്ത്രം വിൽക്കരുത് എന്ന് പറഞ്ഞു, പക്ഷേ ഞാനത് വിറ്റുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ മകൻ തിരിച്ചു പറഞ്ഞു അതെ ഞാനത് വിറ്റു. അപ്പോൾ വാലിദ് ചോദിക്കായിരുന്നു മാതാ കാല താജിർ, നിന്നോട് താജിർ എന്തായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഇബ്നു പറഞ്ഞു എന്ത്, കാല ഇൻ ഇദ്ഗബി ഇല സൂഖ് വസദ്ദഖ ബിസമിനി മലാബിസ്, നീ വസ്ത്രം കൊടുത്തിട്ട് നീ ആ വസ്ത്രം വിറ്റ് ഉണ്ടാക്കിയ പൈസ കൊണ്ട് നീ എന്ത് ചെയ്യണം, നീ സ്വതക്ക ചെയ്യണമെന്നാണ് എന്നോട് താജിർ പറഞ്ഞെന്ന് പറഞ്ഞു. വാലിദ് പറഞ്ഞു ജസാക്കുമുല്ലാ ഖൈർ, അള്ളാഹു നിനക്ക് എന്ത് ചെയ്യട്ടെ, എല്ലാവിധ പ്രതിഫലവും നൽകട്ടെ. വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭാഷണം. ഈ സംഭാഷണം നമ്മൾ എന്ത് ചെയ്യണം, വളരെ മനോഹരമായിട്ട് ഉണ്ടാക്കി പഠിക്കണം അല്ലേ. സംഭാഷണം വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്യണം, എഴുതാൻ പഠിക്കണം. ഒരു പക്ഷേ എക്സാമിന് നമ്മളോട് ചോദിക്കുക വേറെ ഏതെങ്കിലും രണ്ട് കഥാപാത്രങ്ങൾ തന്നായിട്ടായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലേക്ക് പകരം വേറെ എവിടെയെങ്കിലും പോയി എന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഈ സലാമും അതുപോലെ തന്നെ ഈ ചെറിയ ചെറിയ കോണ്ടന്റുകൾ പഠിച്ചാൽ നമുക്ക് ഏത് സംഭാഷണം ചോദിച്ചാലും വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്യാൻ കഴിയും, എഴുതാൻ കഴിയും. അടുത്ത നോക്കി, നുറത്തിബുൽ കലിമാത്തിൽ ആത്തിയ കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളത് പോലെ നമ്മളോട് എന്താ പറയുന്നത്, ഉദാഹരണത്തിലുള്ളത് പോലെ ഈ കലിമത്തുകൾ എന്ത് ചെയ്യാനാണ്, യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അൽ മിസാൽ നോക്കി, ഉദാഹരണം നോക്കി, ഇല സൂഖ് അങ്ങാടിയിലേക്ക്, അൽ ഖാദിം ഖാദിമ് സേവകൻ, സ്വബാഹൻ രാവിലെ, ഖറജ പുറപ്പെട്ടു. നോക്കി, അതൊരു ഡിസോർഡർ ആയി കൊടുത്തതല്ലേ, അതിൻ്റെ ഓർഡർ നമ്മളോട് കണ്ടെത്താനാണ് പറയുന്നത്. എങ്ങനെ അത് ഓർഡർ ആക്കുക മക്കളെ, ആദ്യം എന്ത് കൊടുക്കുക, ഫിഇൽ കൊടുക്കുക. ഖറജൽ ഖാദിമു, ഖാദിമു പുറപ്പെട്ടു, ഇല സൂഖ് അങ്ങാടിയിലേക്ക് പുറപ്പെട്ടു, സ്വബാഹൻ വളരെ പ്രഭാതത്തിൽ അല്ലേ. അപ്പം വളരെ പ്രഭാതത്തിൽ എന്തായി, അങ്ങാടിയിലേക്ക് പുറപ്പെട്ടു. അതേപോലെ തന്നെ രണ്ടാമത് അങ്ങോട്ട് ആക്കി കൊടുത്താൽ മതി. നോക്കിയാട്ടെ എങ്ങനെ നമ്മൾ രണ്ടാമത് ആക്കി കൊടുക്കുക, ഫിൽ വക്തി ഫി വക്തിൽ ഖസീർ, ഫിൽ വക്തി ഖസീർ എന്ന് പറഞ്ഞാൽ എന്താ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്. അൽ ഖാദിം എന്ന് പറഞ്ഞാൽ എന്താ, സേവകൻ. ബാ എന്ന് പറഞ്ഞാൽ എന്താ, വിറ്റു. അൽ മലാബിസ് എന്ന് പറഞ്ഞാൽ എന്താ, വസ്ത്രം. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിന്നിപ്പതറി നിൽക്കുകയാണ്. മലാബിസ് ഒരു ഭാഗത്ത്, ബാ വേറൊരു ഭാഗത്ത്, ഖാദിമ് വേറൊരു ഭാഗത്ത്, വളരെ ചുരുങ്ങിയ സമയം എന്നുള്ളത് വേറൊരു ഭാഗത്ത്. ഇതൊന്നായിട്ട് കൊണ്ട് കൂട്ടി കൊണ്ട് കുഴച്ച് എന്ത് ചെയ്യണം, റെഡിയാക്കിയായിട്ട് കൊടുക്കണം. എങ്ങനെ നമ്മൾ കൊടുക്കുക മക്കളെ, യെസ് നോക്കൂ, ഇതിൽ ഫസ്റ്റിൽ നോക്ക് എന്ത്, ഇതിലേതാ ഫിഇൽ വന്നതെന്ന് നോക്കി മക്കളെ. ബാ എന്ന് പറഞ്ഞാൽ വിറ്റു എന്നുള്ളത് ഫിഇലല്ലേ. അപ്പോൾ നമുക്ക് ഉറപ്പിക്കുക എന്താണ്, ആദ്യം ബാഗയാണ് വരിക. അപ്പോൾ ഇവിടെ ഇതാ ബാ വിറ്റു. ആര് വിറ്റു മക്കളെ, അൽ ഖാദിം, അൽ ഖാദിമു. അപ്പോൾ ദാ ബാ അൽ ഖാദിമു, ഖാദിമു വിറ്റു. എന്തിന് വിറ്റു, അൽ മലാബിസ, മലാബിസിനെ വസ്ത്രത്തെ വിറ്റു. എങ്ങനെ വിറ്റു, ഫി വക്തിൽ ഖസീർ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എന്ത് ചെയ്തു, നമ്മളെ മലാബിസിന് എന്ത് ചെയ്തു, നമ്മുടെ ഖാദിമ് വിറ്റു. എത്ര സിമ്പിളായിട്ട് മനസ്സിലായി. അടുത്ത് നോക്കി മക്കളെ, മുസ്രി അൻ ഖാദിമൻ ഇലസൂഖ് റജഅ. മുസ്രി എന്ന് പറഞ്ഞാൽ എന്താ, വളരെ സന്തോഷവാനായിട്ട് അല്ലേ. ഖാദിമൻ എന്ന് പറഞ്ഞാൽ എന്താ, ഖാദിമ് സേവകൻ, ഇലസൂഖ് അങ്ങാടിയിലേക്ക്, റജഅ മടങ്ങി. നോക്കി, ഫസ്റ്റ് നമ്മൾ നോക്കുക ഇതിലേതാ ഫിഇൽ വരുന്നതെന്ന്. നമ്മളൊരു ഇങ്ങനത്തെ സെൻറ്റൻസുകളൊക്കെ തന്നാൽ നമ്മളോട് ഓർഡർ ആക്കാൻ പറയുമ്പോൾ ആദ്യം നമ്മൾ ഫിഇലിനെ കൊടുക്കണം. നോക്കി മക്കളെ, ഇവിടെ ഏതാ ഫിഇൽ, യെസ് വെരി ഗുഡ്, റജഅ എന്നുള്ളതാണ് ഫിഇൽ അല്ലേ. അപ്പോൾ നോക്കി, റജഅ മടങ്ങി
മടങ്ങി. ആര് മടങ്ങി മക്കളെ? മടങ്ങിയ ഒരാളുണ്ടാവുമല്ലോ. ഫിഇലിനെ പറഞ്ഞതിന് ശേഷം നമ്മൾ ഫായിലിനെ പറയണം. പ്രവൃത്തി എന്താണോ പ്രവൃത്തി, ആ പ്രവൃത്തി ചെയ്തത് ആരാണോ അത് രണ്ടും നമ്മൾ സ്റ്റാർട്ടിങ് പറഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം കിട്ടും. നോക്കൂ, മടങ്ങി. ആര് മടങ്ങി മക്കളെ? അൽ ഖാദിം. ആരാ മടങ്ങിയത്? വേറെ ആരും അല്ല, അൽ ഖാദിമു. ഖാദിമാണ് മടങ്ങിയത്. എവിടേക്കാണ് മടങ്ങിയത് മക്കളെ? ഇലസൂക്ക്. അല്ലേ? റജ അൽ ഖാദിമു. ഖാദിമു മടങ്ങി. ഇലസൂക്ക്. അങ്ങാടിയിലേക്ക് മടങ്ങി. മുസ്രിയൻ. അല്ലേ? വളരെ വളരെ സന്തോഷത്തോടു കൂടെ എന്ത് ചെയ്തു? നമ്മുടെ ഖാദിം എന്ത് ചെയ്തു? അങ്ങാടിയിലേക്ക് മടങ്ങി. അല്ലേ? ഇലസൂക്ക് മുസ്രിഖൻ. അടുത്ത് നോക്കി, യാ ഇസൻ ആദ ഇല താജിറു അൽ ഖാദിമു. എന്താ? റജ എന്ന് പറഞ്ഞാൽ മടങ്ങി. അല്ലേ? ഖാദ എന്ന് പറഞ്ഞാൽ എന്താ? പോയി. ഇല താജിറു അൽ ഖാദിമു യാ ഇസൻ. അതൊക്കെ എന്താണ്? ഡിസോർഡർ ആണ്. അത് നമ്മൾ അങ്ങനെ ഓർഡർ ആക്കി കൊടുത്താൽ മതി. നോക്കി, ഇവിടെ ഫസ്റ്റ് ഏതാ വരിക? ഖാദ വരും. അല്ലേ? ഖാദ എന്ന് പറഞ്ഞാൽ എന്താ? മടങ്ങി. അൽ ഖാദിമു. ഖാദിമു മടങ്ങി. ഖാദിമു മടങ്ങി. ആരിലേക്കാണ് ആദ്യം പോയിരുന്നത്? ഇല താജിറിലേക്ക്, കച്ചവടക്കാരിലേക്കായിരുന്നു പോയിരുന്നത്. എങ്ങനെയാ പോയിരുന്നത് മക്കളെ? യാ ഇസൻ. വളരെ സങ്കടപ്പെട്ടനായിട്ടുള്ള രീതിയിൽ, അപ്പോൾ വളരെ ദുഃഖിതനായിട്ടുള്ള രീതിയിലായിരുന്നു ആര് പോയിരുന്നത്? നമ്മുടെ കച്ചവടക്കാരൻ, നമ്മുടെ ഖാദിം. അല്ലേ? സേവകൻ കച്ചവടക്കാരനിലേക്ക് എങ്ങനെ പോയി എന്നുള്ളതിൻ്റെതാണ് എന്ത്? ഹാദൽ ഖാദിമു ഇല താജിർ യാ ഇസൻ. വളരെ ദുഃഖിതനായിക്കൊണ്ട്, വളരെ ഖേദം പ്രകടിപ്പിക്കുന്നതിനായിട്ടാണ് നമ്മുടെ ഖാദിം എന്ത് ചെയ്തത്? നമ്മുടെ താജിറിലേക്ക് പോയത്. അടുത്ത് നോക്കി, അൽ മലാബിസ് കുല്ലിഹി തസദ്ദഖ ബിസമിൻ താജിർ. നോക്കൂ, അതെങ്ങനെ നമ്മൾ പൂർത്തീകരിക്കുക? തസദ്ദഖ. നീ എന്ത് ചെയ്യണം? സ്വതക്ക ചെയ്യണം. അല്ലേ? ഫസ്റ്റ് നോക്കി ഫീല് പറഞ്ഞു. തസദ്ദഖ, നീ സ്വതക്ക ചെയ്യണം. അൽ മലാബിസ് കുല്ലിഹി. അൽ മലാബിസ് കുല്ലിഹി, എല്ലാ വസ്ത്രത്തെയും നീ അൽ മലാബിസ് കുല്ലിഹി ബിസമിനി. അല്ലേ? ബിസമിനി. ഇപ്പോൾ തസദ്ദഖ, നീ സ്വതക്ക ചെയ്യണം. താജിർ പറഞ്ഞു. എന്ത്? കച്ചവടക്കാരൻ പറഞ്ഞു. എന്താ? താജിറു തസദ്ദഖ കുല്ലിഹി മിൻ ബി മലാബിസിൻ ബിസമിനിൻ താജിർ. അല്ലേ? അതായത് നിനക്ക് കച്ചവടം ചെയ്തുകൊണ്ട് കിട്ടിയിട്ടുള്ള മുഴുവൻ ധനം കൊണ്ട് നീ എന്ത് ചെയ്യണം? കച്ചവടം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ എഴുതുക? അതെന്ത് ചെയ്യുക? ഓർഡറാക്കി എഴുതുക. മനസ്സിലായോ മക്കളെ? അപ്പോൾ ഒന്നുകൂടി പറഞ്ഞു തരാം. വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ് നമ്മൾ ആദ്യം എടുത്തു കഴിഞ്ഞത്. ഒരു മനോഹരമായിട്ടുള്ള സത്യസന്ധതയെക്കുറിച്ച് പറയുന്ന, അല്ലേ? സത്യസന്ധത ജീവിതത്തിൽ വെളിപ്പെടുത്തണം. സത്യസന്ധത ഉണ്ടായാലേ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു കഥയായിരുന്നു ആദ്യം നമ്മൾ പറഞ്ഞിരുന്നത്. ആ കഥയിൽ നിന്ന് തന്നെ ആദ്യമായിട്ട് 3 ക്വസ്റ്റ്യനുകൾ ചോദിച്ചു. ലാ തസ്തറു ആദൽ വൈബ് അമാമൻ നാസ്മൻ കാലഹാദ. നീ ഒരിക്കലും എന്ത് ചെയ്യരുത്? വൈബുള്ള വസ്ത്രങ്ങളെ നീ ജനങ്ങൾക്ക് മുമ്പിൽ വിൽക്കരുതെന്ന് പറഞ്ഞത് ആരായിരുന്നു എന്ന് ചോദിച്ചത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് മറുപടി പറയാം. ആരായിരുന്നു? യെസ്, താജിർ. അല്ലേ? കച്ചവടക്കാരനാണ് അങ്ങനെ പറഞ്ഞത്. അടുത്ത് നോക്കി, ലിമാ ഇജ്തമഅ നാസു അലൽ ഖാദിം. നമ്മുടെ ഖാദിമിൻ്റെ ചുറ്റും എന്തിനായിരുന്നു? സേവകൻ്റെ ചുറ്റും എന്തിനായിരുന്നു ആളുകൾ ഒരുമിച്ച് കൂടിയെന്നാണ് ചോദിച്ചത്. എന്തിനായിരുന്നു? ലിഷിറാ അൽ മലാബിസ്, വസ്ത്രങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. അടുത്ത് നോക്കി, ലിമാ ഖജലൽ ഖാദിമു. എന്തിനാണ് ഖാദിമു വളരെ ദുഃഖിതനായി മാറിയെന്നാണ് ചോദിച്ചത്. എന്തായിരുന്നു ആൻസർ മക്കളെ? ഇന്ദമാ തദക്കറ അന്നഹു ബാഅ സൗബുൽ മുഈബ്. അല്ലേ? എല്ലാ വൈബുള്ള വസ്ത്രങ്ങളും വിറ്റു എന്നറിഞ്ഞപ്പോഴാണ് നമ്മളെ ഖാദിമിന് വളരെ ദുഃഖമായി തോന്നിയത്. അടുത്ത് നോക്കൂ മക്കളെ, ലിമാദാ ദഹബൽ ഖാദിമു ഇലസ്സൂഖി മറത്തൻ സാനിയ. എന്തിനാണ് നമ്മുടെ ഖാദിം രണ്ടാമതായിട്ടും അങ്ങാടിയിലേക്ക് പോയിരുന്നത് എന്ന് ചോദിച്ചു. എന്തിനായിരുന്നു? ആദ്യം ആ കച്ചവടം ചെയ്തപ്പോൾ ആ ഡ്രസ്സ്, വൈബുള്ള വസ്ത്രം ആരാണോ വാങ്ങിയത് അവനെ അന്വേഷിച്ചിട്ടായിരുന്നു എവിടേക്ക് പോയിരുന്നത്? വീണ്ടും അങ്ങാടിയിലേക്ക് പോയിരുന്നത്. നോക്കി, മാതാ അമറ താജിർ ബിസമിൻ മലാബിസ്. ആ വസ്ത്രങ്ങളെ കൊണ്ട് എന്തായിരുന്നു നമ്മളെ താജിർ പറഞ്ഞത്? ഇവിടെതാ, ഇദ്ഹബ് ഇലസ്സൂഖ് വതസദ്ദഖ് ബിസമിനി മലാബിസ് കുല്ലിഹി. നീ എന്ത് ചെയ്യുക? അങ്ങാടിയിലേക്ക് പോവുക. എന്നിട്ട് നീ എന്ത് ചെയ്യുക? വതസദ്ദഖ് ബിസമിനി മലാബിസ് കുല്ലിഹി. ആ വസ്ത്രത്തെ മുഴുവൻ എന്ത് ചെയ്യുക? നിനക്ക് ആ വസ്ത്രം കൊണ്ട് കിട്ടിയ മുഴുവൻ പൈസ നീ എന്ത് ചെയ്യുക? ആ അങ്ങാടിയിൽ സ്വതക്ക ചെയ്യുക ആര് പറഞ്ഞു? നമ്മുടെ താജിർ ഖാദിമിനോട് പറഞ്ഞു കൊടുത്തു. മനസ്സിലായോ? അടുത്ത് നോക്കി, നക്ര ഉൽനസ്സവനുക്കുമിൽ ഹിവാറ. നമ്മളോട് എന്താ പറയുന്നത്? ഈ ഹിവാർ വായിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? അത് പൂർത്തീകരിക്കാനാണ്. അല്ലേ? ആ പൂർത്തീകരിക്കാൻ. അപ്പോൾ ഇടയ്ക്ക് കുറേ ഗ്യാപ്പുകളുണ്ട്, അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാനാണ്. വളരെ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു. ഇബിൻ എന്ത് പറയും? അസ്സലാമു അലൈക്കും എന്ന് പറയും. അല്ലേ? അപ്പോൾ വാലിദ് തിരിച്ചെന്ത് പറയും? വഅലൈക്കും മുസ്സലാം എന്ന് പറയും. പിന്നീട് ഇബിന് വാലിദ് ചോദിക്കുകയാണ്, എന്ത്? നിനക്കെന്ത് പറ്റി? അല്ലേ? വഅലൈക്കും മുസ്സലാം ലിമാ തഹയ്യർ. നീ എന്തിനാണ് ഇങ്ങനെ ദുഃഖിതനായി നിൽക്കുന്നത്? ആര് ചോദിക്കും? നമ്മളെ
ഉപ്പ ചോദിക്കും, മകനോട് ചോദിക്കും. അപ്പം മകൻ പറഞ്ഞു, യാ അബത്സ് അന ഹസീൻ, ഞാൻ വളരെ ദുഃഖിതനാണ്, നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കും. അത് ഹസാബക്ക്, നിനക്ക് എന്താ പറ്റിയത്? അപ്പോൾ അല്ല ഇബിന് പറയുന്നത് നസീത്തു, ഞാൻ മറന്നു. അല്ലേ, നമ്മൾ എഴുതിയതാണ് കൊട്ടു മുന്നേ. നസീത്തു, ഞാൻ മറന്നുപോയി. എന്തിനു മറന്നുപോയി? നസീഹത്ത താജിർ, ഞാൻ എന്ത് ചെയ്തു? നസീഹത്ത താജിർ, താജിറിൻ്റെ ഉപദേശത്തെ ഞാൻ മറന്നുപോയി. അപ്പോൾ വാലിദ് ഉപ്പ ചോദിക്കുകയാണ്, മാതാകാനത്ത് നസീഹത്തുഹു, എന്തായിരുന്നു നമ്മളെ താജിറിൻ്റെ മാതാകാനത്ത് നസീഹത്തുഹു, എന്തായിരുന്നു നമ്മളെ താജിറിൻ്റെ നസീഹത്ത് എന്ന് ചോദിച്ചു. അല്ലേ, മാതാകാന നസീഹത്തു എന്ന് ചോദിച്ചു. അപ്പോൾ ഇബിന് പറഞ്ഞത് ലാ തബിയൽ മലാബിസ് ബിദൂന ദിക്രി ഒയൂബിയ, നീ ഒരിക്കലും നിൻ്റെ വസ്ത്രത്തെ നീ വിൽക്കരുത്, എങ്ങനെയല്ലാതെ അതിൻ്റെ ഒയ്വ് പറയക്കൂടലല്ലാതെ എന്ന് പറഞ്ഞു. അപ്പോൾ വാലിദ് ഉപ്പ ചോദിച്ചു, അൽ ബിഗത്ത, എന്നിട്ട് നീ അത് വിറ്റോ? അപ്പോൾ ഇബിന് പറഞ്ഞു, ഞകം അതെ, ഞാനെന്ത് ചെയ്തു? ആ വസ്ത്രങ്ങളൊക്കെ വിറ്റു. ഞകം അതെ, ബിഅത്ത ജമീ മലാബിസ്, ഞാൻ മുഴുവൻ വസ്ത്രങ്ങളെയും, ബിഅത്ത ജമീ മലാബിസ്, ഞാൻ മുഴുവൻ വസ്ത്രത്തെയും വിറ്റു. അല്ലേ, മഅബിഹ, അതിൻ്റെ വൈബോട് കൂടെ തന്നെ എന്ത് ചെയ്തു? ഞാൻ മുഴുവൻ വസ്ത്രത്തെയും എന്തായി? വിറ്റു എന്ന് ആര് പറഞ്ഞു മക്കളെ? നമ്മുടെ താജിർ ഉപ്പയോട്, നമ്മളാ ഹാദിം എന്ത് ചെയ്തു? ഉപ്പയോട് മറുപടി പറഞ്ഞു. അപ്പോൾ വാലിദ് ചോദിക്കുകയാണ്, മാതാകാല താജിർ, അപ്പോൾ താജിർ എന്ത് മറുപടി പറഞ്ഞു നിന്നോട്? നീ അങ്ങനെ ചെയ്തപ്പോൾ നിന്നോട് താജിർ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ മകൻ പറഞ്ഞു എന്ത്? കാല അൻ അദ്ഹബ ഇല സൂക്ക്, എന്നോട് പറഞ്ഞു എന്ത്? അൻ ഹദ്ഹബ ഇല സൂക്ക്, നീ എവിടേക്ക് പോകണം? അങ്ങാടിയിലേക്ക് പോകണം. അല്ലേ, അൻ അദ്ഹബ ഇല സൂക്ക്, നീ എന്ത് ചെയ്യണം? അങ്ങാടിയിലേക്ക് പോകണം. എന്നിട്ട് എന്ത് ചെയ്യണം? വതസദ്ദഖ് ബിസമനി മലാബിസ്, നീ എന്ത് ചെയ്യണം? വതസദ്ദഖ്, നീ എന്ത് ചെയ്യണം? സ്വതക്ക ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ബിസമനി മലാബിസ്, ആ പൈസക്ക് കിട്ടിയ, ആ വസ്ത്രം വിറ്റ് കിട്ടിയ പൈസനെ കൊണ്ട് നീ എന്ത് ചെയ്യണം? സ്വതക്ക ചെയ്യണമെന്നാണ് എന്നോട് ആര് പറഞ്ഞത്? ആ താജിർ പറഞ്ഞു എന്ന് പറഞ്ഞു. അടുത്ത് നോക്കി, നമ്മൾ വളരെ മനോഹരമായിട്ട് സെൻറ്റൻസുകൾ എന്ത് ചെയ്തു? യോജിപ്പിച്ചു. അല്ലേ, ഉദാഹരണത്തിൽ കാണുന്നത് പോലെ തന്നെ എന്താവാനാണ് പറഞ്ഞത്? നമ്മളോട് സെൻറ്റൻസ് കൂട്ടി യോജിപ്പിക്കാനാണ് പറഞ്ഞത്. ഇവിടെ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നുറത്തുബിൽ കലിമാത്തിൽ ഹാത്തിയ കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളത് പോലെ തന്നെ നീ എന്ത് ചെയ്യണം? ഇവിടെ സെൻറ്റൻസുകളെ കണ്ടെത്തണം. അൽ മിസാൽ, ഒന്നാം നോക്കിയില്ല, സൂക്ക്, അങ്ങാടിയിലേക്ക്, അൽ ഖാദിമ് സ്വബാൻ ഹറജ, ഇത് കണ്ടാൽ തന്നെ നമുക്ക് ഡിസോർഡർ ആണെന്ന് തിരിയും. അത് ഓർഡർ ആക്കാൻ വളരെ സിമ്പിളാണ്. എല്ലാത്തിൻ്റെയും തുടക്കത്തിൽ എന്ത് ചെയ്താൽ മതി? ഒരു ഫിലിനെ ചേർത്താൽ മതി. ഹറജ, പുറപ്പെട്ടു. അതുപോലെ തന്നെ നോക്കി അതിൻ്റെ അടി നോക്കി, ഫിൽ വക്തിൽ ഖസീർ ഖാദിമ് ബാ അൽ മലാബിസ്, അവിടെ ഏറ്റവും ഫീൽ ഏതാണ്? ബാ എന്നുള്ള വിറ്റു എന്നുള്ളതാണ്. അടുത്ത് നോക്കി, മുസ്ലിൻ ഖാദിമിലെ സൂക്ക് റജ, റജ എന്നുള്ളതാണ് അവിടെ കൊടുക്കേണ്ടത്. യായിസൻ ആദ ഇല താജിർ അൽ ഖാദിമ്, ഇവിടെ എന്താ കൊടുക്കേണ്ടത്? ആദ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഫീലിനെ കൊടുക്കുക, അതായത് ഒരു പ്രവർത്തനത്തെ ആദ്യം കൊടുക്കുക. അതിനുശേഷം ആ പ്രവൃത്തി ചെയ്തത് ആരാണോ അവൻ്റെ പേരും കൂടി കൊടുത്താൽ ഫസ്റ്റ് സെറ്റായി. പിന്നെ അങ്ങോട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് സെറ്റാക്കാം. ഫിൽ വക്തിൽ ഖസീർ അൽ ഖാദിം ബാ അൽ മലാബിസ്, ഇവിടെ എങ്ങനെയാ വരിക മക്കളെ? ഫസ്റ്റ് പറഞ്ഞാട്ടെ. യെസ്, വെരി ഗുഡ്. എന്ത് വരും? ബാ എന്നുള്ള ഫീൽ ആദ്യം വരും. ബാ വിറ്റു. അല്ലേ, ബാ എന്നുള്ള ഫീൽ ആദ്യം നമ്മൾ കൊണ്ടുവന്നു. ബാ എന്ന് വിറ്റു. ആര് വിറ്റു എന്നുള്ള ചോദ്യം അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ബാക്ക് നമ്മൾ ആര് വിറ്റു എന്നുള്ളതിൻ്റെ ആൻസർ ആരാണ്? അൽ ഖാദിം. ഖാദിം വിറ്റു. എന്തിനെ വിറ്റു മക്കളെ? അൽ മലാബിസ, വസ്ത്രത്തെ വിറ്റു. നോക്കി എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ യോജിപ്പിക്കുന്നത്, എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ കറക്റ്റ് ആക്കുന്നത്. അൽ മലാബിസ, വസ്ത്രത്തെ വിറ്റു. ഫിൽ വക്തിൽ ഖസീർ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്. ഫിൽ വക്തിൽ ഖസീർ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എന്ത് ചെയ്തു? വസ്ത്രത്തെ മുഴുവൻ എന്തായി? നമ്മളെ ഖാദിം വിറ്റു. അടുത്ത ഉദാഹരണം നോക്കൂ മക്കളെ. മുസ്രിഖാൻ ഖാദിം ഇല സൂക്ക് റജ, അല്ലേ, റജ മടങ്ങി. റജ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? മടങ്ങി. ഇല സൂക്ക്, അങ്ങാടിയിലേക്ക്. അല്ലെ, ഖാദിം മുസ്രിയൻ വളരെ സന്തോഷവാനായിട്ട് എന്ത് ചെയ്തു? അങ്ങാടിയിലേക്ക് മടങ്ങി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങാടിയിൽ നിന്ന് പോയി. അപ്പോൾ നോക്കി, റജ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? യെസ്, മടങ്ങി. അപ്പോൾ ആദ്യം നമ്മൾ ഫീലിനെ കൊടുത്തു. അപ്പോൾ ആ റജ എന്നുള്ള ഫീൽ ചെയ്തതാരാണ്? ഇവിടെ നോക്കി, അൽ ഖാദിമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? റജ എന്ന് പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? അൽ ഖാദിമു എന്ന് എഴുതണം. റജ അൽ ഖാദിമു മടങ്ങി. എവിടേക്ക് മടങ്ങി? ഇല സൂക്ക്, അങ്ങാടിയിലേക്ക് പോയി. എങ്ങനെ പോയി മക്കളെ? മുസ്രിഅൻ, വളരെ വേഗത്തിൽ എന്ത് ചെയ്തു? അങ്ങാടിയിൽ നിന്ന് വീട്ടിലേക്ക് പോയി. നോക്കി, യാഇസൻ ആദ ഇല താജിർ അൽ ഖാദിമു. നോക്കൂ, അതൊരു ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തത്. ആദ്യം യാഇസ് എന്നാണ് പറഞ്ഞത്, പിന്നെ ആദ എന്നാണ് പറഞ്ഞത്, പിന്നെ ഇല താജിർ എന്ന് പറഞ്ഞ്, പിന്നെ അൽ ഖാദിമു എന്ന് പറഞ്ഞു. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും സംതിങ് റോങ്. അല്ലേ, ഇത് ശരിയല്ല. ഇതിൻ്റെ റെഡി ഉത്തരം എങ്ങനെ നമ്മൾ എഴുതേണ്ടത്? യെസ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെ? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഫിഇലിനെ കൊടുക്കണം. ഇവിടെ ഫിഇൽ ഏതാ? ആദ എന്നുള്ളതാണ് ഫിഇൽ, മടങ്ങി എന്നുള്ളതാണ് ഫിഇൽ. അപ്പോൾ അൽ ഖാദ, ആര് മടങ്ങി മക്കളെ? അൽ ഖാദിം. അല്ലേ, അപ്പോൾ ഖാദിമു മടങ്ങി. എവിടേക്ക് മടങ്ങി മക്കളെ? ഇല താജിർ, താജിറിലേക്ക് മടങ്ങി, കച്ചവടക്കാരിലേക്ക് മടങ്ങി. എങ്ങനെയാണ് അദ്ദേഹം മടങ്ങിയത്? യെസ്,
യാഇസൻ, വളരെ ദുഃഖിതനായിക്കൊണ്ടാണ് എന്താകുന്നത് നമ്മളെ കച്ചവടക്കാരനിലേക്ക് എന്താകുന്നത് അദ്ദേഹം മടങ്ങുന്നത്. അപ്പോൾ പൊന്നുമക്കളെ വളരെ സിമ്പിളാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. ആദ്യം ഫീലിനെ കൊടുക്കുക. ഇങ്ങനെ ഡിസോർഡർ കൊടുത്തിട്ടുള്ള ജുംലയോട് നമ്മൾ റെഡിയാക്കാൻ പറയുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് നമുക്ക് എഴുതാം. ആദ്യം നമ്മൾ ആ ഡിസോർഡർ ആയി കൊടുക്കുന്നതിൽ ഏതാണോ ഫീല് ആ ഫീലിനെ ഇങ്ങോട്ട് ആദ്യം പുറത്തെടുക്കുക. എന്നിട്ട് ആ പ്രവൃത്തി ചെയ്ത ഒരാളുണ്ടാവുമല്ലോ, മടങ്ങി എന്ന് പറഞ്ഞാൽ മടങ്ങിയ ഒരാൾ പേരുണ്ടാവുമല്ലോ, പോയി എന്ന് പറഞ്ഞാൽ ദഹബ എന്ന് പറഞ്ഞാൽ ആര് പോയി എന്നുള്ളൊരു പേരുണ്ടാവുമല്ലോ. അപ്പോൾ ദഹബൽ ഹനസു, ഹനസ് പോയി. അല്ലെങ്കിൽ ദഹബൽ ഫഈമു, ഫഈമു പോയി. കണ്ടോ, മനസ്സിലായോ? ദഹബൽ ഫഈമു, ഫഈമു പോയി. ഇനി എവിടേക്ക് പോയി? ലസൂക്ക്, അങ്ങാടിയിലേക്ക് പോയി. അപ്പോൾ ആദ്യം ഫീലിനെ കൊടുക്കണം, പിന്നെ ഫായിലിനെ കൊടുക്കണം, പിന്നെ മഫ്ഊലിനെ കൊടുക്കണം. അത് നമ്മൾ വലിയ ക്ലാസ്സിൽ എന്ത് ചെയ്യും, വളരെ മനോഹരമായിട്ട് പഠിക്കും മക്കളെ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്തു, നമ്മൾ ഈ ചാപ്റ്റർ എന്ത് ചെയ്തു, ഫുള്ള് മനസ്സിലാക്കി. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, വളരെ മനോഹരമായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഫസ്റ്റത്തെ യൂണിറ്റ് മാത്രമാണ് മൂന്നാം മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ മാത്രമാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. നമുക്ക് എന്ത് ചെയ്യാം, വളരെ വൈകാതെ തന്നെ ബാക്കിയുള്ള എല്ലാ യൂണിറ്റുകളും നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ബന്ധപ്പെട്ട് എല്ലാ യൂണിറ്റുകളും വളരെ അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ക്ലാസ് കേൾക്കണം. അപ്പോൾ സാറ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ എക്സാം വിന്നറിൻ്റെ ക്ലാസ് തന്നെ കേൾക്കാൻ ശ്രമിക്കുക. എക്സാം വിന്നറിൻ്റെ ഫാമിലിയായിട്ട് നിങ്ങൾ മാറുക. വളരെ മനോഹരമായിട്ടുള്ള ക്ലാസ്സുകളുമായിട്ട് സാറ് വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ, ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.